എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞാൻ ഷൈബു. എൻ്റെ വേദമണിമുത്ത് എന്ന യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എനിക്കിന്ന് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ കുലദേവതയെ പറ്റി തന്നെയാണ്. അത് 5-6 എപ്പിസോഡ് ചെയ്തിരിക്കുന്നു ഇപ്പം. എങ്കിലും അതിനൊരു പൂർത്തീകരണം വരണമെങ്കിൽ എനിക്ക് 1-2 കാര്യങ്ങളും കൂടെ നിങ്ങളോട് പറയാനുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, നമുക്ക് ഈ കുലദേവത എന്താണെന്നും അത് എങ്ങനെയാണെന്നും അത് അച്ഛൻ്റെ വഴിക്കുള്ളതും അമ്മയുടെ വഴിക്കുള്ളതും എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഇതിനെ അംഗീകരിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവരെ കാക്കാൻ ആളുണ്ട്, ഇടവും വലവും ആളുണ്ട്. അതേസമയം നമ്മൾ ഇതൊക്കെ കൊണ്ട് ആറ്റിലൊഴുക്കുകയും അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് ഇരുത്തുകയും നമ്മൾ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്തു പോയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പല പല പ്രശ്നങ്ങളും നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്യുമെന്ന് നമ്മുടെ ഈ കുലദേവതയെ ഇരുത്തിയിരുന്ന അല്ലെങ്കിൽ അന്ന് പണി അറിയാവുന്ന കാരണവന്മാർ, അന്ന് ഇതിനെക്കുറിച്ച് നല്ലതായിട്ട് ബോധ്യമുള്ള നല്ല നല്ല ധ്യാനവും അതുപോലെ തന്നെ ജ്ഞാനവും ഉള്ള ആളുകൾ, അന്ന് ജീവിച്ചിരുന്ന ആളുകൾ, അവർക്കറിയാമായിരുന്നു നാളെ ഇത് നമ്മൾ കൈകാര്യം ചെയ്യില്ല എന്നും നമ്മൾ ഇതിനെ പിന്തുടരില്ല എന്നും ഇത് നാളെ ഒരിക്കൽ നമ്മുടെ കൈവിട്ടു പോകുമെന്നും അവർക്കറിയാമായിരുന്നു. അവർക്കറിയാമായിരുന്നത് കൊണ്ട് തന്നെ നമ്മളെ ഇത് പറഞ്ഞേൽപ്പിച്ചാൽ ഇത് ചെയ്യില്ല എന്നും വരും തലമുറകൾ ഇത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്ന എന്തോ വലിയ പാപമാണെന്നും അല്ലെങ്കിൽ അതെന്തോ വലിയ തെറ്റാണ് നമ്മൾ ചെയ്യുന്നതെന്നും നമുക്ക് ബോധ്യം വരുമെന്നും നമ്മളിത് ഉപേക്ഷിക്കുമെന്നും അവർക്കറിയാമായിരുന്നത് കൊണ്ട് അവരന്ന് ചെയ്തു വെച്ചിരുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ കുടുംബ ദേവതകളെ അന്ന് അവർ ദേവതകളോടൊരു വാക്ക് ഒരു വാക്കുമൊഴി നടത്തിയിരുന്നു. അന്ന് ഞാനീ പറഞ്ഞ നമുക്ക് ഈ കുടുംബ ദേവതയൊക്കെ നമുക്ക് നിർമ്മിച്ച് തന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ഈ പിതാക്കന്മാർ അന്ന് ഇവിടെ ഇരിക്കുന്ന ദേവതകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിരുന്നു. അതായത് അതിങ്ങനെയാണ്, നമുക്ക് ഈ ദേവതകളോട് അവർ പറഞ്ഞിരുന്ന കാര്യം, ഒറ്റച്ചക്രം കാണം വെച്ച് വാക്കും വഴിയും ചേർത്ത് കെട്ടി ദേവി ഇരിക്കും കാലം ദേവാലയം ഇണങ്ങും കാലം ഏനോ എൻ്റെ കിടാങ്ങളോ ഇവിടെ വന്നാൽ അവർക്ക് നീ നിന്റെ ഉപദേവതകളും എൻ്റെ മക്കൾക്ക് അനുകൂലമായിട്ട് നിന്നോണമെന്ന് ഈ ദേവതകളെ പറഞ്ഞേൽപ്പിച്ചിരുന്നു. അപ്പം അന്ന് അങ്ങനെ പറഞ്ഞേൽപ്പിച്ചിരുന്നത് കൊണ്ട് എന്നെങ്കിലും നമ്മുടെ തലമുറയിൽപ്പെട്ടവർ, ഇപ്പോൾ ഈ തലമുറയിലുള്ളവർ വന്നില്ല എങ്കിൽ പോലും അടുത്ത തലമുറയിലുള്ളവർ വന്നില്ല എങ്കിൽ പോലും അതിൻ്റെ അടുത്ത തലമുറയിലുള്ളവൻ ഇത് തേടി വരും, വന്നേ പറ്റൂ. കാരണം അല്ലാതെ വേറെ വഴികളില്ല. അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് അന്ന് ഈ പറയുന്ന കാരണവന്മാർ, അന്ന് പണിയറിയാവുന്ന ഈ പറയുന്ന കാരണവന്മാർ ദേവതകളെ പറഞ്ഞ് അനുസരിപ്പിച്ച് വെച്ചിരുന്നു. ദേവതകളെ പറഞ്ഞ് ഏൽപ്പിച്ചു വെച്ചിരുന്നു. അനുസരിപ്പിച്ചു എന്നല്ല, ഏൽപ്പിച്ചു വെച്ചിരുന്നു. അപ്പോൾ ഏതെങ്കിലും കാലത്ത് നമ്മൾ പിടിവിട്ട് ഇവിടെ വരുമെന്ന് അവർക്കറിയാമായിരുന്നു. അങ്ങനെ ആ അറിവ് ഇവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി ആരും അന്ന് പകർന്നു കൊടുക്കാനില്ല എങ്കിൽ പോലും അവർ പിടിവിട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ടാകും. കാരണം ഏതാണ് കുലദേവത, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ആചാരങ്ങൾ, ഇതൊന്നും അറിയാതെ പിടിവിട്ട് നമ്മൾ ഇത് തേടി വരും, അല്ലെങ്കിൽ നമ്മളിവിടെ എന്തെങ്കിലും കാലുകുത്തുന്നതായിട്ട് വരുമെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് ഈ ദേവതകളെ പറഞ്ഞേൽപ്പിച്ചിരുന്നു. കാരണം നമ്മളോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ നമ്മളാരും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ചെയ്യില്ല. കാരണം അതെന്തോ വലിയ തെറ്റോ വലിയ എന്തോ അപരാധം പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതേസമയം ഈ ദേവതകളെ പറഞ്ഞത് ഏൽപ്പിച്ചിട്ട് അവർക്ക് ദേവതകൾ ഒരിക്കലും വാക്ക് മാറില്ല. അവരോടൊരു കാര്യം നമ്മൾ പറഞ്ഞാൽ അത് പറഞ്ഞതാണ്.
അതവർ മാറില്ല. അതിപ്പം നമ്മളിപ്പം ഒരു ദേവതയോട് ഇപ്പം ഒരു ബാധയെ ഒഴിവാക്കണം, അല്ലെങ്കിൽ ഇന്ന പോലെ ഇയാളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റി കൊടുക്കണം, ഇയാളുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണം, ഇയാളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കണം, ഇയാളുടെ ദാമ്പത്യ മാന്യം മാറ്റി കൊടുക്കണം എന്ന് നമ്മൾ ദേവതയോട് പറഞ്ഞാൽ ആ ദേവത എന്നും അവർക്ക് അനുകൂലമായിട്ട് നിൽക്കും എന്ന് പറയുന്ന പോലെ നമ്മുടെ പിതാക്കന്മാർ ഇവരെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നതുകൊണ്ട് ഏതെങ്കിലും കാലത്ത് നമ്മളിവിടെ വരുമെന്നും ഇത് നമ്മൾ പിടിവിട്ടാണ് വരുന്നത്, എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാതെ എത്തുമെന്നും, അല്ലെങ്കിൽ നമ്മളെ ഇത് കറക്കി തിരിച്ച് ഇവിടെ കൊണ്ട് എത്തിക്കും. കാരണം ഇല്ല എങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ കുലം മുടിയുക എന്നുള്ളതേ ഉള്ളൂ. കുലം മുടിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊന്നുമല്ല. നമ്മളുടെ പാരമ്പര്യത്തിലുള്ളവരിപ്പം വിവാഹം കഴിക്കാൻ ഇട വരില്ല, ഇങ്ങനെയുള്ളവർക്ക് വിവാഹം കഴിക്കാൻ ഇട വരില്ല. ഇനി അഥവാ വിവാഹം കഴിച്ചാലും അത് തല്ലിപ്പിരിഞ്ഞു പോകും. ഇനി അതല്ല തല്ലിപ്പിരിഞ്ഞു പോയില്ല എന്ന് വെച്ചു, അവർക്ക് കുട്ടികളുണ്ടാവില്ല. ഇനി അഥവാ കുട്ടികൾ ഉണ്ടായെന്ന് വെച്ചു, കുട്ടികൾ ഉണ്ടാകാതെ ഇരിക്കുക. പക്ഷേ ഇനിയിപ്പോൾ ഉണ്ടായ കുട്ടികൾ ഒരുപക്ഷെ മന്ദബുദ്ധികളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങളുള്ള കുട്ടികളായിരിക്കാം ഉണ്ടാകുന്നത്. ഇനി അതുമല്ല കുട്ടികൾ ഉണ്ടായെന്ന് വെച്ചു, അങ്ങനെ കുട്ടികൾ ഉണ്ടായെന്ന് വെച്ചാലും അവിടെ ജനിക്കുന്നത് പെൺകുട്ടികളായിരിക്കും. കാരണം ഇവിടെ പെൺകുട്ടികൾ ജനിക്കുന്നതിൻ്റെ കാരണം വെച്ചാൽ പെൺകുട്ടികൾ മറ്റൊരു കുടുംബത്തിലേക്ക് പോകേണ്ടതാണ്. പാരമ്പര്യം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ആൺകുട്ടികൾ ഉണ്ടാകണം. അങ്ങനെയാണ് നമ്മുടെ പാരമ്പര്യം നിലനിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ആ കുടുംബത്തിൽ ഒരാൺതരിയെങ്കിലും ഉണ്ടായിരിക്കണം. ഇതാണ് സത്യം. അപ്പം ഈ ഒരു സത്യം മനസ്സിലാക്കി എന്നെങ്കിലും കാലത്ത് നമ്മൾ ഈ കുലദേവതയുടെ അടുത്ത് വരുമെന്നോ അറിയാതെയെങ്കിലും, കാരണം നമ്മളെ കാലം ചുറ്റിച്ച് കൊണ്ടുവരും എന്ന് പറഞ്ഞ പോലെ നമ്മളെ ഈ കുടുംബദേവത എങ്ങനെയെങ്കിലും ചുറ്റിച്ച് 1, 2, 3 തലമുറ കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മളെ ഇവിടെ കൊണ്ടുവരും. കാരണം അത് നമ്മുടെ പിതാക്കന്മാരെ ഇവരെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് വീണ്ടും ഒരു അപേക്ഷയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബദേവതനെ തിരിച്ചറിയുക, നിങ്ങളുടെ കുലദേവതനെ തിരിച്ചറിയാൻ മാർഗമില്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള വഴികൾ തേടുക, കണ്ടെത്തി എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടട്ടെ എന്ന് ഞാൻ നിങ്ങളോട് വിനയത്തോടു കൂടി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.